നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒടുവിൽ വി.ഡി. സതീശന്റെ അവസാന അടവും പാളി. രമേശ് ചെന്നിത്തലയിൽ നിന്നും ആഭ്യന്തരം എടുക്കാനുള്ള അടവാണ് പാളിയത്. ആഭ്യന്തരമില്ലാതെ എന്ത് മുഖ്യമന്ത്രി എന്ന് ഹൈക്കമാൻഡിനോട് ചോദിച്ച സതീശനോട് ഒന്നും മിണ്ടാതെ മുഖത്തേക്ക് നോക്കുകയായിരുന്നു ഹൈക്കമാൻഡ് പ്രതിനിധി. തലസ്ഥാനത്തേക്ക് കെ.സി. വേണുഗോപാലിനെ അയച്ച് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരം ഉറപ്പിച്ചു നൽകിയത് ഹൈക്കമാൻഡാണ്. മുഖ്യമന്ത്രി സ്ഥാനം നൽകിയത് പോരെ എന്നായിരുന്നു സതീശനോടുള്ള ഹൈക്കമാൻഡിന്റെ മനോഗതം. തന്നെ മുഖ്യമന്ത്രിയാക്കിയ ഹൈക്കമാൻഡിനോട് സതീശനൊന്നും മിണ്ടാനായില്ല. ചെന്നിത്തലയെ ഒഴിവാക്കാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഹൈക്കമാൻഡ്. സീനിയർ നേതാവായ ചെന്നിത്തലയെ അരിഞ്ഞു വീഴ്ത്തിയാണ് സതീശൻ മുഖ്യമന്ത്രിയാക്കിയത്. ചെന്നിത്തലയുമായി നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ആഭ്യന്തരം ചെന്നിത്തലയ്ക്ക് നൽകിയത്. സതീശൻ ധനമന്ത്രി സ്ഥാനം ഏറ്റെടുക്കാനാണ് സാധ്യത. മുഖ്യമന്ത്രി സ്ഥാനം വി.ഡി. സതീശന് നൽകിക്കൊണ്ട് ഹൈക്കമാൻഡിന്റെ അറിയിപ്പ് വന്നതോടെ ചെന്നിത്തല കടുത്ത അതൃപ്തി അറിയിച്ചിരുന്നു. ചെന്നിത്തല മന്ത്രിസഭയിലേക്കില്ലെന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ഉയർന്നു. ദീപാദാസ് മുൻഷിയും വി.ഡി. സതീശനും ഉൾപ്പെടെ പിന്നീട് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ട് മഞ്ഞുരുക്കത്തിന് ശ്രമം നടത്തി. തുടർന്ന് മന്ത്രിസഭയിലേക്ക് വരണമെങ്കിൽ ആഭ്യന്തരം തന്നെ വേണമെന്ന് ചെന്നിത്തല നിലപാടെടുത്തതായി വാർത്ത പുറത്തു വന്നിരുന്നു. ആഭ്യന്തരം വിട്ടു നൽകുന്ന കാര്യത്തിൽ വി.ഡി. സതീശൻ പൂർണ്ണ തൃപ്തനല്ലെങ്കിലും മുഖ്യമന്ത്രി പദം ലഭിച്ച സ്ഥിതിക്ക് ആഭ്യന്തരം ചെന്നിത്തലയ്ക്ക് കൊടുക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു. തനിക്ക് ആഭ്യന്തരമില്ലെങ്കിൽ ധനകാര്യം വേണമെന്ന് സതീശൻ നിലപാടെടുത്തെന്നാണ് റിപ്പോർട്ട്. ആഭ്യന്തര മന്ത്രിസ്ഥാനത്തിന് പുറമെ ഒരു മന്ത്രിസ്ഥാനം കൂടി താൻ നിർദ്ദേശിക്കുന്ന ആൾക്ക് ലഭിക്കണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടതായാണ് അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചന. അൻവർ സാദത്ത്, ഐ.സി. ബാലകൃഷ്ണൻ എന്നീ പേരുകളാണ് ഈ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. എന്നാൽ ഇക്കാര്യം പരിഗണിക്കുമോ എന്നതിൽ ഉറപ്പില്ല. രമേശ് ചെന്നിത്തലയുടെ സമമായ നിലപാടാണ് സതീശനെ ഭയപ്പെടുത്തുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും 10 വർഷക്കാലം നീണ്ടുനിന്ന ഇടതുമുന്നണി ഭരണത്തിനെതിരെയും അതിശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങി നിൽക്കുകയാണ് മുഖ്യമന്ത്രി. ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരാണ് ഇക്കാലയളവിൽ തങ്ങളുടെ ജീവനും സ്വത്തും പാർട്ടിക്ക് വേണ്ടി പണയം വെച്ചത്. പോലീസിന്റെ മൃഗീയ മർദ്ദനമേറ്റ് 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ഇന്നും ആശുപത്രിയും വീടുമായി കഴിയുന്നു. ഇവർക്ക് നീതി വാങ്ങി നൽകണമെങ്കിൽ ആഭ്യന്തര വകുപ്പ് തന്റെ കയ്യിൽ വേണമെന്ന് ഉറച്ച വിശ്വാസം വി.ഡി. സതീശനുണ്ട്. മുഖ്യമന്ത്രിയായ നിമിഷം തന്നെ ആഭ്യന്തര കയ്യിൽ ഉണ്ടായിരിക്കണമെന്ന തീരുമാനം സതീശനെടുത്തു. എന്നാൽ സതീശനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ തന്നെ ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാക്കാനും സോണിയാഗാന്ധി തീരുമാനിച്ചിരുന്നു. ആഭ്യന്തരം സതീശന് കൊടുക്കരുതെന്ന കാര്യത്തിൽ കെ.സി. വേണുഗോപാലിനും ഉറച്ച നിലപാടുണ്ടായിരുന്നു. തന്നെ വെട്ടി മുഖ്യമന്ത്രി സ്ഥാനം കരസ്ഥമാക്കിയ സതീശൻ പോലീസിന്റെ ബിഗ് സല്യൂട്ട് എളുപ്പത്തിൽ വാങ്ങേണ്ടതില്ലെന്നായിരുന്നു വേണുഗോപാലിന്റെ തീരുമാനം. രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യം ഇദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച വൈകുന്നേരത്തോടെ സതീശന്റെ ക്യാമ്പിൽ നിന്ന് തന്നെ ആഭ്യന്തരം വിട്ടുകൊടുക്കില്ല എന്ന വിവരം ലീക്കായി. വെള്ളിയാഴ്ച രാവിലെ സോണിയാഗാന്ധി വേണുഗോപാലിനെ വിളിച്ച് കേരളത്തിലേക്ക് തിരിക്കാൻ ആവശ്യപ്പെട്ടു. രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കണമെന്നും അതിനായി ഏത് ഫോർമുല വേണമെങ്കിലും സ്വീകരിക്കാമെന്നും സോണിയാഗാന്ധി വേണുഗോപാലിനോട് നിർദ്ദേശിച്ചു. വേണുഗോപാലിന് ഇത് സന്തോഷകരമായൊരു മുഹൂർത്തമായി. അദ്ദേഹം തലസ്ഥാനത്തെത്തിയതോടെ ചിത്രം മാറി. രണ്ട് നിരാശർ തമ്മിലുള്ള വികാര നിർഭരമായ കൂടിക്കാഴ്ചയായിരുന്നു കെ.സിയും ആർ.സിയും തമ്മിൽ ആർ.സിയുടെ തലസ്ഥാനത്ത് വീട്ടിൽ നടന്നത്. വി.ഡിയെ ശരിയാക്കാനുള്ള തീരുമാനമാണ് ഇരുവരും ചേർന്നെടുത്തത്. അടച്ചിട്ട മുറിയിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ആഭ്യന്തരത്തിൽ തന്നെ ഉറച്ചു നിൽക്കണമെന്നും അതിന് ഹൈക്കമാൻഡിന്റെ പിന്തുണയുണ്ടെന്നും കെ.സി അറിയിച്ചു. അതിനു മുമ്പ് റവന്യൂ ഉപമുഖ്യമന്ത്രി സ്ഥാനവും കിട്ടിയാൽ കുഴപ്പമില്ലെന്നായിരുന്നു ആർ.സിയുടെ ധാരണ. എന്നാൽ കെ.സി പറഞ്ഞതോടെ ആർ.സി പത്തിമടക്കി. തുടർന്ന് ആഭ്യന്തരത്തിൽ ഉറച്ചു നിന്നു. സാദത്തിനെ മന്ത്രിയാക്കണമെന്നും ആവശ്യപ്പെട്ടു. ലീഡർ കെ. കരുണാകരനെതിരെ ചെന്നിത്തല സ്വീകരിച്ച നിഷേധാത്മക നിലപാടാണ് അദ്ദേഹത്തെ കപ്പിനും ചുണ്ടിനുമിടയിൽ മുഖ്യമന്ത്രി പദം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പ്രതിസന്ധിയിൽ എത്തിച്ചതെന്ന് വിശ്വസിക്കുന്ന നിരവധി കോൺഗ്രസ് നേതാക്കൾ കേരളത്തിലുണ്ട്. താനടക്കം നയിച്ച തിരുത്തൽ വാദം തെറ്റായി പോയി എന്ന് ഇപ്പോൾ തോന്നുന്നതായി രമേശ് ചെന്നിത്തല പിൽക്കാലത്ത് സമ്മതിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതാണ്: അതിനിപ്പോൾ പശ്ചാത്തപിക്കുന്നു. അമിതമായ പുത്രവാത്സല്യം ലീഡറെ വഴിതെറ്റിക്കുന്നു എന്ന ചിന്താഗതിയിൽ നിന്നാണ് തിരുത്തൽ വാദം ഉടലെടുത്തത്. അന്ന് കേരളീയ പൊതുസമൂഹം മക്കൾ രാഷ്ട്രീയത്തിനെതിരായിരുന്നു. എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. മക്കൾ രാഷ്ട്രീയം സാർവത്രികമാണ്. അതിലൊരു തെറ്റും കാണുന്നില്ല. ഇഷ്ടമുള്ള രാഷ്ട്രീയം സ്വീകരിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ടെന്നും ചെന്നിത്തല. മുതിർന്ന മാധ്യമപ്രവർത്തകൻ C.P. രാജശേഖരൻ എഴുതിയ രമേശ് ചെന്നിത്തല അറിഞ്ഞതും അറിയാത്തതും എന്ന പുസ്തകത്തിലാണ് ഈ വെളിപ്പെടുത്തൽ വന്നത്. താങ്കളുടെ മക്കൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുമോ എന്ന ചോദ്യത്തിന് ഒരു രാഷ്ട്രീയ നേതാവിന്റെ മക്കൾക്ക് രാഷ്ട്രീയ കാര്യങ്ങളിൽ താല്പര്യം ജനിക്കുക സ്വാഭാവികമാണെന്നായിരുന്നു മറുപടി. രാഷ്ട്രീയത്തിൽ ഇറങ്ങണോ വേണ്ടയോ എന്ന തീരുമാനം അവരുടേതാണ്. എന്നാൽ രമേശ് ചെന്നിത്തലയുടെ മക്കൾ എന്ന ലേബൽ അവർക്ക് വേണ്ടെന്നും ചെന്നിത്തല. താൻ എന്നും പാർട്ടിക്ക് വിധേയനായി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. എന്നാൽ പലപ്പോഴും പാർട്ടി തന്നോട്
തന്നോട് നീതി കാണിച്ചിട്ടില്ല. തന്നെ ഒരു സമുദായത്തിന്റെ പ്രതിനിധിയായി ബ്രാൻഡ് ചെയ്യാൻ ബോധപൂർവമായ ശ്രമം നടന്നു. അതിന് പാർട്ടിയിലെ ചിലരുടെ പ്രോത്സാഹനവും ലഭിച്ചു. പാർട്ടിയുടെ കേരളത്തിലെ മുതിർന്ന നേതാവായിട്ടും സമുദായത്തിന്റെ പേര് പറഞ്ഞ് തന്നെ മാറ്റി നിർത്തി. സംഘടനാ തലത്തിൽ തന്നേക്കാൾ ജൂനിയറായ KC വേണുഗോപാലിനെയും ഡോക്ടർ ശശി തരൂരിനെയും പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയപ്പോൾ 2 പതിറ്റാണ്ട് മുമ്പ് ലീഡർ പുറത്തുപോയ ഒഴിവിൽ നൽകിയ പ്രത്യേക ക്ഷണിതാവിന്റെ പദവിയാണ് ഇപ്പോഴും നൽകിയത്. അതിൽ കടുത്ത അനീതിയുണ്ട്. പാർട്ടി ശത്രുക്കൾ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ സംരക്ഷിക്കാൻ പാർട്ടി വരാത്തതിലും ദുഃഖമുണ്ട്. 2016-21 കാലത്ത് ഇടത് സർക്കാരിന്റെ അഴിമതികൾ ഓരോന്നായി വെളിച്ചത്ത് കൊണ്ടുവന്ന് തിരുത്തിച്ചപ്പോഴും പാർട്ടി പിന്തുണച്ചില്ല. പദവിയല്ല, പാർട്ടിയാണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്ന ആളാണ് താൻ. പക്ഷെ ആ വിശ്വാസം തനിക്ക് രാഷ്ട്രീയമായ നഷ്ടങ്ങൾ ഉണ്ടാക്കി. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തതോടെ മന്ത്രിസഭയെ ആര് നയിക്കുമെന്ന് പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായി. കഷ്ടിച്ച് 72 MLA-മാരുടെ മാത്രം പിന്തുണ ഉണ്ടായിരുന്ന അന്നത്തെ UDF-ൽ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുപോലെ അവകാശവാദം ഉന്നയിച്ചിരുന്നുവെങ്കിലും UDF വലിയ പ്രതിസന്ധിയിലെത്തിയുമായിരുന്നു. ഇതൊഴിവാക്കാൻ താനാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവായി ഉമ്മൻചാണ്ടിയുടെ പേര് നിർദ്ദേശിച്ചത്. പാം ഓയിൽ കേസിൽ കോടതി വിധി എതിരാണെങ്കിൽ താൻ രാജിവെക്കുമെന്നും ഉമ്മൻചാണ്ടി നേരത്തെ അറിയിച്ചിരുന്നു. എന്നാൽ വിധി എതിരായപ്പോൾ KPCC പ്രസിഡന്റ് എന്ന നിലയിൽ താൻ ഉമ്മൻചാണ്ടിയെ കണ്ട് അതിൽ നിന്ന് പിന്തിരിപ്പിച്ചു. കോടതി വിധിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം പാർട്ടി ഏറ്റെടുക്കുന്നു എന്നതാണ് താൻ അന്ന് പറഞ്ഞത്. പാർട്ടി കൈകൊണ്ട ആ തീരുമാനമാണ് പ്രതിസന്ധി ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിക്ക് കരുത്ത് പകർന്നത്. അതിനു മുമ്പോ ശേഷമോ ഒരു KPCC പ്രസിഡന്റും സർക്കാരിനെ ഇത്ര ഉറച്ച പിന്തുണ നൽകിയിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് 72 MLA-മാരുടെ നാമമാത്ര പിന്തുണ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ വീഴാതെ നിന്നത്. VM സുധീരനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരുന്നതിന്റെ പേരിൽ KPCC പ്രസിഡന്റായിരുന്ന AK ആന്റണി, കരുണാകരൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയ്ക്ക് ഹാജരാകാത്ത കാര്യം ചെന്നിത്തല തുറന്നടിച്ചു. പാർട്ടിയിലോ സർക്കാരിലോ ഒരു താക്കോൽ സ്ഥാനവും താൻ ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്തിട്ടില്ല. 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുറുകിയപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വാഗ്ദാനം ചെയ്ത മുഖ്യമന്ത്രി സ്ഥാനം താൻ വേണ്ടെന്ന് വെച്ചതാണ്. 2014 ആഭ്യന്തരമന്ത്രിയായി അന്നത്തെ മന്ത്രിസഭയിൽ ചേർന്ന് പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധിയുടെ ആവശ്യപ്രകാരമായിരുന്നു KPCC പ്രസിഡന്റ് ആയിരുന്നു തന്നോട് മന്ത്രിസഭയിൽ ചേരണമെന്ന് ആഭ്യന്തര വകുപ്പ് ഏറ്റെടുക്കുമെന്നും സോണിയാഗാന്ധിയാണ് ആവശ്യപ്പെട്ടത്. മുതിർന്ന നേതാവ് AK ആന്റണിയും തന്നോട് ഇക്കാര്യം ഉന്നയിച്ചു. ലീഡർ വിട്ടുപോയ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തെ പാർട്ടിയിൽ തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞതുമാണ് KPCC പ്രസിഡന്റ് എന്ന നിലയിൽ തന്റെ വ്യക്തിപരമായ വലിയ നേട്ടം. അല്ലായിരുന്നുവെങ്കിൽ പശ്ചിമ ബംഗാളിലും ആന്ധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും സംഭവിച്ചത് കേരളത്തിലെ കോൺഗ്രസിൽ സംഭവിക്കുമായിരുന്നു. പാർട്ടിയിൽ തിരിച്ചെത്താതെയാണ് കരുണാകരൻ മരിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് ലഭിച്ച രാജോചിത അന്ത്യയാത്ര അസാധ്യമാകുമായിരുന്നു. കരുണാകരനും പാർട്ടിക്കും അത് എക്കാലത്തും തീരാവേദനയാകുമായിരുന്നു എന്നും ചെന്നിത്തല പുസ്തകത്തിലൂടെ തുറന്നു പറയുന്നു. 2011 മെയ് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ഉമ്മൻചാണ്ടി തനിക്ക് ഉപമുഖ്യമന്ത്രി പദവിയും റവന്യൂ മന്ത്രി സ്ഥാനവും വാഗ്ദാനം ചെയ്തിരുന്നു എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. എന്നാൽ 2 നിർദ്ദേശങ്ങളും താൻ നിരസിക്കുകയായിരുന്നു. മന്ത്രിസഭയിലല്ല, KPCC പ്രസിഡന്റ് എന്ന നിലയിൽ പാർട്ടിയിലെ ഉത്തരവാദിത്തങ്ങളായിരുന്നു തനിക്ക് പ്രധാനമെന്നും മുഖ്യമന്ത്രി അന്ന് അറിയിച്ചെന്നും ചെന്നിത്തല മനസ്സ് തുറക്കുന്നു. പാർട്ടി ഏൽപ്പിച്ച ജോലി ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നാൽ തനിക്ക് വേദനയുണ്ടാക്കിയ പല തീരുമാനങ്ങളും പാർട്ടിയിൽ നിന്നും ഉണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രവർത്തക സമിതി അംഗത്വത്തിൽ വരെ അതുണ്ടായി. ലീഡർ K കരുണാകരനെതിരെ നടത്തിയ തിരുത്തൽ വാദത്തിൽ ഇപ്പോൾ നിരാശ തോന്നുന്നു. അതിൽ പശ്ചാത്തപിക്കുന്നു. അതിന്റെ പേരിൽ നരസിംഹറാവു മന്ത്രിസഭയിൽ തനിക്ക് ഉറപ്പാക്കിയിരുന്ന കേന്ദ്ര മന്ത്രിസ്ഥാനം അദ്ദേഹം വെട്ടി. അതിൽ ലീഡറോട് ഒരു പരിഭവവും തോന്നിയില്ല. പാർട്ടിയിൽ നിന്നും സ്വയം പുറത്തുപോയ ലീഡറെ തിരികെ പാർട്ടിയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന ചരിതാർത്ഥത്തിൽ ലീഡറോട് പിന്നീട് നീതി ചെയ്യാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുണ്ട്. അതിൽ അദ്ദേഹം സംതൃപ്തനുമായിരുന്നു. ഇതായിരുന്നു ചെന്നിത്തലയുടെ കുറ്റസമ്മതം. ഇതേ ചെന്നിത്തല ഇന്ന് തന്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില അബദ്ധങ്ങൾ ഓർത്ത് വേദനിക്കുന്നുണ്ടാവാം. അല്ലെങ്കിൽ താൻ കൈപിടിച്ചു വളർത്തിയ ഒരു യുവ നേതാവിന്റെ കീഴിൽ അദ്ദേഹത്തിന്റെ മന്ത്രിയായി ഇരിക്കേണ്ടി വരില്ലായിരുന്നു. അത് വല്ലാത്തൊരു വിധി വൈപരീത്യമാണ്. കാരണം മന്ത്രിക്ക് മുഖ്യമന്ത്രിയോട് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. അവിടെ സീനിയർ ജൂനിയർ സമരം നടത്തിയിട്ട് കാര്യമില്ല. ചിലപ്പോൾ മന്ത്രിയുടെ തീരുമാനം മുഖ്യമന്ത്രി തിരുത്തിയെന്ന് വരും. മന്ത്രി അയക്കുന്ന ഫയലുകൾ മുഖ്യമന്ത്രി അംഗീകരിച്ചില്ലെന്ന് വരും. ഇത്തരത്തിൽ വരും ദിവസങ്ങളിൽ പ്രശ്നഭരിതമായിരിക്കും. കഴിഞ്ഞ ടേമിൽ ഉമ്മൻചാണ്ടിയായിരുന്നു ചെന്നിത്തലയുടെ മുഖ്യമന്ത്രി. ചെന്നിത്തലയേക്കാൾ സീനിയർ. ആരുടെ വികാരവും ഉമ്മൻചാണ്ടി വ്രണപ്പെടുത്തിയിരുന്നില്ല. ചെന്നിത്തലയുടെ ആഗ്രഹങ്ങളെല്ലാം മുഖ്യമന്ത്രി സാധിച്ചു കൊടുത്തു. എന്നാൽ സതീശൻ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അത് ചിലപ്പോൾ മന്ത്രിസഭയിലെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചെന്ന് വരും. എന്നിരുന്നാലും ചെന്നിത്തലയെ തന്നെ മന്ത്രിസ്ഥാനം കളയുമെന്ന് പ്രതീക്ഷിക്കാനാവില്ല.